നമുക്ക് വരുമ്പോൾ തന്നെ ഫ്രീ സിം ഉണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യണം, മനസ്സിലായോ? എനിക്കൊരു ബോധമുണ്ടല്ലോ. ഓ പോലീസ് എന്നിട്ട് പാസ്പോർട്ട് സ്വൈപ്പ് ചെയ്യണം അവിടെ. ഓഹോ നമുക്ക് സിമ്മ് കിട്ടും എന്നാട്ടോ പറഞ്ഞത്. നോക്കട്ടെ. സിമ്മ് കിട്ടി. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റിസോർട്ടുകളുടെ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഫുള്ളിങ്ങനെ ഓരോരോ റിസോർട്ടുകാരിങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അടിപൊളി വന്നാണ്. ഹായ്. അപ്പോൾ നമ്മളുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ വിചാരിച്ചു വളരെ ഓ മൈ ഗോഡ്, നമ്മൾ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള പച്ചക്കളർ വെള്ളം കണ്ടു ഗൈസ്. ഓ ഗോഡ്. ഓക്കെ, ഞങ്ങൾ വിചാരിച്ച ആക്ച്വലി ഭയങ്കരമായിരിക്കും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വിചാരിച്ച് ഞാൻ വെച്ചിട്ട് നല്ല ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു വിചാ? കൂളായിരുന്നു അല്ലേ? ഒന്നുമില്ല, ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോവാ, പാസ്പോർട്ട് എടുക്കുക, പാസ്പോർട്ട് കൊടുക്കുക, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിനായിട്ട് മാൽദീവ്സിൽ വരണമെങ്കിൽ നമുക്ക് ഇമൂഗ രജിസ്ട്രേഷൻ വേണം. ഇമൂഗ രജിസ്ട്രേഷനും വേണം. പിന്നെ നമുക്ക് എന്തായിരുന്നു വേണ്ടത് വെച്ചാൽ നമ്മൾ റിസോർട്ട്സ് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് അത് ഇതൊക്കെ വേണം. റിട്ടേൺ അത് ഇതൊക്കെ വേണം. ബാക്ക്ഗ്രൗണ്ട് കാണിച്ചാൽ തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് കാണിക്കണം. പിന്നെ നമ്മൾ ഏത് റിസോർട്ടിലാണ് താമസിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണം. ഈ മൂഗ രജിസ്ട്രേഷൻ, ഇത്രയും 3 കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്നിട്ട് അവർ പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിനുള്ള സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ മൂഗ രജിസ്ട്രേഷൻ ഒന്നും വേണ്ടേ? അപ്പോൾ അവർ പറഞ്ഞതൊക്കെ പാസ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അതിൻ്റെ വിവരങ്ങൾ കിട്ടും. പിന്നെ ഫ്രീ സിമ്മ് കിട്ടി, അത് നല്ലൊരു കാര്യമാണ്. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ $20 20 GB നമുക്ക് $40 കൊടുക്കണം. പിന്നെ അതിനനുസരിച്ച് കൂടി വരും. ടൂറിസ്റ്റ് പാക്കേജ് അങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മൾ എന്തായാലും റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വൈഫൈ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടുകാരെ വിളിക്കണമെങ്കിൽ റോമിംഗ് ഓഫർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഓ മൈ ഗോഡ്, ശരിക്കും നമ്മൾ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ കാണുന്ന വെള്ളം ഇവിടുത്തെ കടലിലോ. ഞാൻ വിചാരിച്ചതൊക്കെ എഡിറ്റിംഗ് ആയിരിക്കും കേട്ടോ, അതൊക്കെ റിയാലിറ്റി ആണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പലരുടെയും ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ലേ ഗൈസ് ഇത്. അങ്ങനെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ ചെറുതായിട്ടൊക്കെ എല്ലാം ഇത്തവണ നമ്മൾ എല്ലാ വ്ളോഗിലും എല്ലാം ഇൻക്ലൂഡൊന്നും ചെയ്തില്ല. കുറച്ച് ഷോർട്സ് ആയിട്ടുള്ള ക്ലിപ്സ് മാത്രമാണ്. ഇപ്പോൾ വന്ന് അവർ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് ഫസ്റ്റ് ഇതൊന്നും എടുത്തത് കേട്ടോ. എന്തായാലും കിടുവായിട്ടുണ്ട്. അതിന് ഞങ്ങൾ കുറച്ച് കളർ നോക്ക്. അപ്പോൾ 10:45 ആകുമ്പോൾ ടൂറിസ്റ്റ് നമ്മുടെ റിസോർട്ടുകാർ നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്തോളും. അപ്പോൾ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്. അത് ഓരോ റിസോർട്ടിനനുസരിച്ചിരിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന റിസോർട്ടിൽ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ച് ക്യാഷൊക്കെ കൊടുത്ത് നമ്മളെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഫെറി ഇന്നില്ല. ഏത് ദിവസം? ഇന്ന് ഫ്രൈഡേ ഇല്ലെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ വേണ്ടി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ബാക്കി എല്ലാ ദിവസവും ഫെറി ഉണ്ട്. ഗവൺമെന്റിന്റെ ഫെറി ഉണ്ട്, അല്ലെങ്കിൽ റിസോർട്ടുകാരുടെ അല്ലേ? വിലക്കുറവും ഒക്കെ, പൈസ കുറവ് അതാണ്. അല്ലാതെ നമ്മൾ പ്രൈവറ്റ് സ്പീഡ് ബോട്ടും അങ്ങനെ ഇതൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഇരട്ടിയാവും. അതിന്റെ പത്തിരട്ടിയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ഇനി മാൽദീവ്സിന്റെ ഇതിൽ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. ഇതാട്ടോ ഗവൺമെന്റ് ഫെറി ഇതാണ്. അപ്പം നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഫെറിയിലേക്കാണ് പോകുന്നത്. ഫെറി അല്ല, ബോട്ടിലോട്ടാണ് പോകുന്നത്. നമ്മളുടെ കൂടെ വേറൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബോട്ട് വന്നു ഗുയ്സ്. ബോട്ടിലേക്ക് തിരിച്ചും കയറാൻ പോകട്ടോ. I see her rolling up, Uber black Cadillac, high heel boots and a sexy body full of tats.
Baby's bad, oh baby's hella bad. After her there ain't no coming back. Wanna take a run at that. I think she's feeling me. Turn it up a few degrees. My imagination of her body gets the best of me. Oh gosh, she's such a tease. Bitten lips, bruised knees. I'm addicted to her, need her touching me. Cause she got a bad little waist. And we tearing down this place. Off the liquor that we chase. Got some egos to the face. Baby, I don't need no space. Coming closer for a taste. And I'll show you how I make everything just fade away. Cause she's like sex, drugs, cocaine. Body so insane. Jealous of the clothing that she wears up on a tight frame. All game, no shame. Baby came here to play. I feel like an addict cause she's sex, drugs, cocaine. അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് വിട്ട ബോട്ടാണ് ആ പോകുന്നത്. ഇവിടെ നമ്മുടെ ഹോട്ടലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ജലു എന്താണ് പറയാനുള്ളത്? ജസ്റ്റ് മോൾഡസിൽ താമസിക്കാൻ പോവുകയാണ്. ഇപ്പം നല്ല ചെറുതായിട്ട് ചൂടുണ്ട്, അത്രയ്ക്ക് ചൂടൊന്നുമില്ല. അത്രയ്ക്ക് ചൂടൊന്നുമില്ല, നല്ല കാറ്റൊക്കെയാണ്, വിശക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, എന്നിട്ടാണ് ബാക്കി. ജസ്റ്റ് ഒന്ന് ഉറങ്ങണം അല്ലേ? ഒരു ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, ഇന്നത്തെ ഫ്ലൈറ്റിലായതുകൊണ്ട് നമ്മൾ രാത്രി ഉറങ്ങിയില്ല. നമ്മൾ വന്നിരിക്കുന്ന ഐലൻഡിന്റെ പേര് പറയും. പേരെന്തായിരുന്നു? മഫൂഷി. മഫൂഷി ഐലൻഡ്. കുറേ നാളുകളല്ല, വർഷങ്ങളായിട്ട് നമ്മള് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ ചാടി ഓടി റെഡിയായി മഫൂഷി ഐലൻഡ് ഫുള്ള് ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ചാടി പുറപ്പെട്ടു. അന്ന് നമുക്ക് ഓരോ ദിവസവും ഓരോരോ പാക്കേജസ് ഉണ്ട്. ലൈക്ക് $30ന്റെയും $70ന്റെയും $90ന്റെയും ഒക്കെ അടങ്ങുന്ന പല പല പാക്കേജസ്. സ്നോർക്കില്ലിങ്ങിന് പോവാനും, ഷിപ്രക്കിങ്ങിന് പോവാനും, സ്റ്റിംഗ്രയ്ക്ക് ഫുഡ് കൊടുക്കാനും, ഷാർക്കിന് ഫുഡ് കൊടുക്കാനും, അങ്ങനെ നമുക്ക് സ്വിമ്മിങ് അറിയാവുന്നവർക്കും അറിയാൻ പാടില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള പാക്കേജസ് ഉണ്ട്. പക്ഷെ അന്ന് നമുക്ക് ഒരു പാക്കേജും ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. കാരണം 30-40 പേരടങ്ങുന്ന
ഓരോ സംഘങ്ങളായിട്ട് നമ്മൾ ബോട്ടിലാണ് പോകുന്നത് ഇതുപോലെ പാക്കേജിൽ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ 2 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമോ മുമ്പ് നമ്മൾ പ്രീ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് എൻറ്റയർ ഈ ഒരു ടൂർ എന്ന് പറയുന്നത് ഒരു പാക്കേജിലൊന്നും അല്ല നമ്മൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരിൽ കണ്ടിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി. അങ്ങനെ അങ്ങനെ ഓരോന്നും നമ്മൾ അറേഞ്ച് ചെയ്ത് ചെയ്യുക ചെയ്തത്. നമ്മൾ പെട്ടെന്ന് നമ്മൾ ധൃതിയിൽ എന്താ പറയാ നമ്മള് തട്ടിക്കൂട്ടി ചെയ്ത ഒരു ഒരു ഹണിമൂൺ ട്രിപ്പായിരുന്നു ഇത്. ശരിക്കും തട്ടിക്കൂട്ടി ആയിരുന്നെങ്കിൽ പോലും നമുക്ക് അധികം വലിയ അബദ്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പൊ നമുക്ക് പറ്റിയ ഓരോ കുഞ്ഞു അബദ്ധങ്ങൾ അടങ്ങുന്ന ഞങ്ങൾ 2 പേരും എല്ലാ വ്ലോഗും നമ്മളുടെ ഹണിമൂൺ വ്ലോഗ്സിന് ശേഷം ഒരു സെപ്പറേറ്റ് ഒരു എന്താ പറയാ എന്തൊക്കെ അബദ്ധങ്ങളാണ് നമുക്ക് പറ്റിയതെന്നുള്ളൊരു വ്ലോഗ് നമ്മൾ ഒരെണ്ണം ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പോ അന്ന് നമുക്ക് പാക്കേജ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഫുള്ളൊന്ന് മഫൂഷി ഐലൻഡ് ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ട്ടോ. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് സീസൺ അല്ലാത്ത സമയത്താണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ മഴ വരാൻ നല്ല സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് നമുക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എഡിറ്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അവിടുത്തെ കടലിലൊക്കെ ഇതുപോലെ ബ്ലൂ കളറും പല പല കളറൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മള് നമ്മൾ അടുത്ത നമ്മളുടെ പാക്കേജിന്റെ വ്ലോഗും നമ്മൾ സെപ്പറേറ്റ് ഒരെണ്ണമായിട്ടാണ് ചെയ്യുന്നത്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ പല പല ഷാർക്കിനെ കണ്ടതും അതൊക്കെ. അപ്പോ അതിന്റെ അകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കടലിന്റെ ഭംഗി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വിശന്നിട്ട് അവിടുത്തെ ഇത് പ്രൊമോഷനായിട്ടോ ഒന്നും പറയുന്നതല്ല. നമ്മളവിടെ കഴിച്ചതില് അവിടുത്തെ ലോക്കൽ ഐലൻഡിൽ നമ്മൾ കഴിച്ചതില് ഏറ്റവും ബെസ്റ്റ് ഫുഡായിട്ട് നമുക്ക് തോന്നിയത് കാവിയറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസ്റ്റോറന്റ് ആണ്. ഞാൻ കാണിച്ചു തന്നില്ലേ? അവിടെന്ന് പറയുന്നത് സ്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് നമുക്ക് മക്കാവ് ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അവിടെ നല്ല ആംബിയൻസും ആയിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ ആദ്യമേ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് അതാണ് നമ്മൾ കഴിക്കാറുള്ളത്. പക്ഷെ അന്നെന്തോ നമ്മളെ മെനുവിന്റെ അകത്ത് മാൽദീവ്സുകാർ കഴിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഫുഡ് ഏതാണെന്നുള്ളതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ഫിഷ് ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. കാരണം കടൽ തീരമാണ്. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ളത് ഫിഷ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് കൂടുതലും നമ്മൾ മീനിന്റെ പല പല ഡിഷസ് ആണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഫ്രൈഡ് റൈസ് തന്നെയാണെങ്കിലും ക്വാണ്ടിറ്റി വളരെ കുറവാണ്. എല്ലാ ഡിഷിന്റെയും കൂടെ ഒരു ബുൾസൈ ഉണ്ടാവും എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം കഴിച്ചിട്ട് വയറ് നിറയാത്തതുകൊണ്ട് കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം അടുത്ത ഒരെണ്ണം കൂടെ കഴിച്ചു. ഇതിന്റെ ഇടയ്ക്ക് കുറേ ഷോർട്സും കുറച്ച് ഫോട്ടോസും ഒക്കെ നമ്മൾ എടുത്തു കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ക്ലാരിറ്റി ഒക്കെ ക്യാമറയ്ക്കൊക്കെ കുറയുമല്ലോ. അത് മാത്രമല്ല പിന്നെ നമുക്ക് ക്ഷീണം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇൻഫിനിറ്റി പൂളുള്ള റിസോർട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഇൻഫിനിറ്റി പൂളുള്ള ഒരു റിസോർട്ടിൽ താമസിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവൻ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ നല്ല രീതിയിലുള്ള പക്ഷെ നമുക്ക് ലൈറ്റ് പോയതുകൊണ്ട് അത്ര ക്ലാരിറ്റിയിൽ നമുക്ക് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ശരിക്കും അതിന്റെ ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് അതിന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റിയിലുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് മീ അന്നമ്മ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും കൂടെ കൂടി ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് നോക്കിയേക്കണം കേട്ടോ. നല്ല രസമായിരുന്നു ആ ഒരു ഇൻഫിനിറ്റി പൂളിൽ അന്ന് വൈകുന്നേരം നമ്മൾ എന്താ പറയാ രസിച്ചങ്ങട് അർമാദിച്ചെന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ആ കടലിന്റെ ഒരു ഏകദേശം ഒരു കുറച്ച് ദൂരത്ത് അപ്പുറത്ത് നല്ല ലൈറ്റ്സ് ഒക്കെയുള്ള ഒരു ബോട്ട് നങ്കൂരിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. ഫുള്ള് പാട്ടുകളൊക്കെ കേൾക്കായിരുന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു കുഞ്ഞ് ലോക്കൽ ബാറായിരുന്നു അത്. കാരണം നമുക്ക് ഐലൻഡിനകത്ത് മദ്യം നിരോധിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ഒരു കുഞ്ഞു ബോട്ടിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും അവിടുന്ന് സർവീസ് ഉണ്ട്. അത് ഫ്രീ സർവീസ് ആണ്. അങ്ങനെ സർവീസിൽ നമുക്ക് ബോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. രാത്രിയിലത്തെ വ്യൂ ആയിരുന്നു. അപ്പൊ രാത്രിയിൽ അതുപോലെ കുഞ്ഞ് ബോട്ടിൽ നമ്മൾ അവർ കൊണ്ടുവിടും. നമുക്ക് എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ രീതിയിലും അവർ നമുക്ക് ഷട്ടിൽ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ബാറിനകത്ത് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും പല പല ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ വലിയ റേറ്റിലൊന്നുമല്ല അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ഡോളർ കൊടുത്തിട്ട് നമുക്കത് കഴിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. അന്ന് രാത്രി പിന്നെ നമ്മൾ അടിപൊളിയായിട്ട് സുഖനിദ്ര ഹോട്ടലിൽ നമ്മൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്തത് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടി പറയാൻ വലിയ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടും നിങ്ങളെ മുഷിപ്പിക്കാതിരിക്കാത്തതുകൊണ്ടും കൂടുതലൊന്നും നമ്മൾ അന്ന് രാത്രി എടുത്തില്ല. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പാക്കേജിന് പോയി ആ പാക്കേജിൽ ഞാൻ പറഞ്ഞല്ലോ അടുത്ത 2 ദിവസങ്ങളിലെ പാക്കേജ് സെപ്പറേറ്റ് നമ്മൾ പോയി ആ പാക്കേജിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വ്ലോഗ് നമ്മൾ 2 ദിവസം കൂടി മിങ്കിൾ ചെയ്തിട്ട് ഒരു വ്ലോഗ് ഇടുന്നതാണ് കേട്ടോ. പിന്നെ അന്ന് നമ്മൾ പാക്കേജിന് പോയിട്ട് തിരിച്ചു വന്ന് നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം മഫൂഷിയുടെ തൊട്ടപ്പുറം തന്നെയുള്ള നമ്മളൊരു കുഞ്ഞു ലോക്കൽ ഐലൻഡ് അതിന്റെ തൊട്ട് ബാക്കിലുണ്ട്. ശരിക്കും നമ്മളുടെ ഒരു കുഞ്ഞു സ്ഥലം എങ്ങനെയാണോ അതുപോലെയാണ് ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത്. ഒട്ടും സ്ഥലമില്ല കേട്ടോ.
മഫൂഷി ഐലൻഡിന് തൊട്ട് ബാക്കിലുള്ള മാഫ ഹിവാത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞ് ലോക്കൽ ഐലൻഡിൽ കൂടി നമ്മൾ അന്ന് വൈകുന്നേരം കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ മാൽദീവ്സ് കാണാൻ വരുമ്പോൾ ഇതുപോലുള്ള ലോക്കൽ ഐലൻഡ്സിൽ കൂടെ നമ്മൾ 2 ദിവസം നമ്മൾ താമസിക്കണം. ഇതിനെല്ലാം ശേഷം നമ്മൾ പ്രീമിയം വാട്ടർ വില്ലയിൽ, ലക്ഷറിയസ് വാട്ടർ വില്ലയിൽ താമസിക്കുന്ന ഒരു വ്ലോഗും കൂടി വരുന്നുണ്ട്. നിങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് അന്നമ്മയ്ക്ക് അറിയാം കേട്ടോ. അപ്പോ നമ്മളന്ന് വൈകുന്നേരം ശരിക്കും ആ ദ്വീപില്, ആ ഒരു ഐലൻഡില് നമ്മള് കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞു ഫിന്നുള്ള ഷാർക്കിന്റെ കുഞ്ഞുങ്ങള് വരെ അന്ന് ആ ഒരു കടലില് നമ്മള് കണ്ടെന്നുള്ളതാണ്. അതും നമുക്ക് തൊട്ടടുത്ത്, നമുക്ക് കടലിന്റെ തീരത്തോട് കൂടി ചേർന്നാണ് അങ്ങനെയുള്ള കുഞ്ഞു ഷാർക്കിന്റെ കുഞ്ഞുങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് നമ്മള് സ്റ്റാറ്റസിന്റെ അകത്ത് ഹൈലൈറ്റ്സിനകത്ത് ഓരോ കുഞ്ഞു ഷോർട്സ് വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോ നമ്മള് പിന്നെ അന്ന് രാത്രി ഇതുപോലെ ശാന്തസുന്ദരമായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മളിങ്ങനെ കടാപ്പുറത്തോട് കൂടി ഇങ്ങനെ നടന്നു. എവിടെ പോയി കഴിഞ്ഞാലും വീഡിയോ ഫുൾ എടുക്കണമെന്ന് നിർബന്ധമുള്ള എനിക്ക് മാൽദീവ്സിൽ ചെന്ന് കഴിഞ്ഞിട്ട് സത്യം പറയാലോ, ഒരു വീഡിയോ എടുക്കാനുള്ള മൂഡും ഉണ്ടായിരുന്നില്ല. എല്ലാം മനസ്സിൽ ഒപ്പിവെക്കണം. ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ സ്നോർക്കെല്ലിങ്ങിന്റെയും സാൻഡ് ബാഗിന്റെയും ഡോൾഫിൻ വാച്ചിങ്ങിന്റെയും എല്ലാം കൂടി അടങ്ങുന്ന മറ്റൊരു ബ്യൂട്ടിഫുൾ വ്ലോഗ് ആയിരിക്കട്ടെ അടുത്തത്. ഇനി വരുന്ന 2 വ്ലോഗ്സ് അടിപൊളിയായിരിക്കും എന്ന് അന്നമ്മ ഉറപ്പ് തരാണ്. അപ്പൊ അടുത്ത വ്ലോഗിൽ കാണാം. എല്ലാവർക്കും ബൈ.